ആമുഖം. ഗുരു കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ നർത്തകി, നൃത്ത സംവിധായിക, ഗവേഷക എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത നൃത്ത ആചാര്യയാണ്. മോഹിനിയാട്ടവും കലാമണ്ഡലവും വിട്ടൊരു ജീവിതം ടീച്ചർക്കുണ്ടായിരുന്നില്ല. കൃത്യനിഷ്ഠയും വിട്ടുവീഴ്ചകളില്ലാത്തതും വേറുവ്യത്യാസമില്ലാത്തതുമായ ശിക്ഷണ രീതിയായിരുന്നു ലീലാമ്മ ടീച്ചറുടെ കളരി. നീണ്ട 34 വർഷത്തെ സേവനത്തിനു ശേഷം കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവിയായി വിരമിച്ചു. തുടർന്ന് ഡീനായും നിള ക്യാമ്പസ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കലാമണ്ഡലത്തിലെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം കലാജീവിതം ആരംഭിക്കുന്നത് കോഴിക്കോട് കലാമണ്ഡലം സരസ്വതി ടീച്ചറിൻ്റെ കൂടെയാണ്. സരസ്വതി ടീച്ചറോടൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് MT വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന സിനിമയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സരസ്വതി ടീച്ചറോടൊപ്പം ലീലാമ്മ ടീച്ചർക്കും ഭാഗ്യം ലഭിച്ചു. പ്രേക്ഷകർക്കും നൃത്ത വിദ്യാർത്ഥികൾക്കും മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെക്കുറിച്ച് സോദാഹരണ പ്രഭാഷണങ്ങൾ നടത്തി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതും കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ തന്നെയായിരുന്നു. നർത്തകി എന്ന നിലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര വേദികളായ ഗ്രേറ്റ് ബ്രിട്ടൻ, പാരീസ്, ഫ്രാൻസ്, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങി നിരവധി വേദികളിൽ കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. ദേശീയ നൃത്തോത്സവങ്ങളായ ഖജുറാവോ ഫെസ്റ്റിവൽ, മണാലി ഫെസ്റ്റിവൽ, ദസറ ഫെസ്റ്റിവൽ, കൊണാർക്ക് ഫെസ്റ്റിവൽ, സൗത്ത് സോൺ കൾച്ചറൽ ഫെസ്റ്റിവൽ തഞ്ചാവൂർ, സൂര്യ ഫെസ്റ്റിവൽ, നിശാഗന്ധി ഫെസ്റ്റിവൽ, സ്വരലയ നൃത്തോത്സവം തുടങ്ങി നിരവധി നൃത്ത ഉത്സവങ്ങളിലെ നിറസാന്നിധ്യം കൂടിയായിരുന്നു കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലം അവാർഡ്, മുകുന്ദരാജ പുരസ്കാരം, ഷഡ്കാല ഗോവിന്ദമാരാർ പുരസ്കാരം, കേരളീയ നൃത്യനാട്യ പുരസ്കാരം, കേരള കലാമണ്ഡലം ഫെലോഷിപ്പ്, CCRT ഫെലോഷിപ്പ്, നാട്യമോഹിനി, നാട്യകുലശ്രീ, ലാസ്യഭാരതി തുടങ്ങി ഒട്ടനേകം പുരസ്കാരങ്ങൾ കലാമണ്ഡലം ലീലാമ്മ ടീച്ചറെ തേടി എത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാരിൻ്റെ മോഹിനിയാട്ടത്തെക്കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ളത് കലാമണ്ഡലം ലീലാമ്മ ടീച്ചറായിരുന്നു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ആദ്യമായി മോഹിനിയാട്ടം കോഴ്സ് ആരംഭിച്ചത് കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ നേതൃത്വത്തിലായിരുന്നു. വിവിധ സർവകലാശാലകളിൽ മോഹിനിയാട്ട വിഭാഗത്തിൻ്റെ വിദഗ്ധ, വിസിറ്റിംഗ് പ്രൊഫസർ തുടങ്ങി നിരവധി പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. നൃത്ത സംവിധായിക. ഗുരുക്കന്മാരിൽ നിന്ന് സ്വായത്തമാക്കിയ മോഹിനിയാട്ടം എന്ന നൃത്തരൂപം തൻ്റേതായ കാഴ്ചപ്പാടിലൂടെയും ചിട്ടകളിലൂടെയും സൗന്ദര്യശാസ്ത്രപരമായും പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുമുള്ള അവതരണ രീതി കൊണ്ട് മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രശസ്ത നൃത്ത സംവിധായികയായിരുന്ന കലാമണ്ഡലം ലീലാമ്മ ടീച്ചർക്ക് സാധിച്ചു. കാലാകാലങ്ങളായി നിലനിന്നിരുന്ന വൈഷ്ണവ സങ്കല്പത്തിലുള്ള മോഹിനിയാട്ട നൃത്തരൂപത്തെ ശൈവ സങ്കല്പത്തിലുള്ള ഇനങ്ങൾ കൊണ്ടുവന്ന് മോഹിനിയാട്ട അവതരണ രംഗത്ത് മാറ്റം വരുത്തി. കാമിത വരദായിക എന്നു തുടങ്ങുന്ന വർണ്ണത്തിലൂടെയാണ് ആ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. വിഖ്യാത കവികളുടെ കവിതകളായ മഗ്ദലന മറിയം, കല്യാണ സൗഗന്ധികം, ഉജ്ജയിനി, മാമ്പഴം, വീണപൂവ് തുടങ്ങി നിരവധി കവിതകളുടെ നൃത്താവിഷ്കാരങ്ങൾ ചെയ്ത് ശ്രദ്ധേയമായിട്ടുണ്ട്. മോഹിനിയാട്ട കച്ചേരി സമ്പ്രദായത്തിലേക്ക് ആവശ്യമായ 100-ലധികം ഇനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ടീച്ചറുടെ പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നു മാത്രമാണ്. പ്രശസ്ത ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയുടെ നൃത്ത സംവിധാനം ചെയ്തിരിക്കുന്നത് കലാമണ്ഡലം സത്യഭാമ ടീച്ചറും കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുമാണ്. ഗവേഷക. കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ സ്വന്തം സ്ഥാപനമായ സ്വാതിചിത്രയുടെ ആഭിമുഖ്യത്തിൽ
മോഹിനിയാട്ടത്തിൻ്റെ സർവതോമുഖമായ വളർച്ച ലക്ഷ്യമാക്കിയുള്ള 7 ദിവസത്തെ ദേശീയ സെമിനാറും പഠനകളരിയും 2001 മെയ് മാസം നടത്തുകയും അതിലൂടെ കലാമണ്ഡലം പാഠ്യപദ്ധതിയിലുണ്ടായിരുന്ന 35 അടവുകളെ വിപുലീകരിച്ച് 6 ഗ്രൂപ്പ് അടവും തീരുമാന അടവുകളും ചേർത്ത് 55 അടവുകളായി ചിട്ടപ്പെടുത്തി. ദീർഘകാലത്തെ പരിശ്രമമായി ലീലാമ്മ ടീച്ചർ എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥമായ മോഹിനിയാട്ടം സിദ്ധാന്തവും പ്രയോഗവും എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ദൂരദർശൻ എ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ്, ICCR പാനൽ മെമ്പർ എന്നിങ്ങനെ വിവിധ അംഗീകാരങ്ങൾ ലീലാമ്മ ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ രൂപീകരണം. കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ സ്മരണാർത്ഥം മോഹിനിയാട്ടത്തിന് ടീച്ചർ നൽകിയ സംഭാവനകൾ നിലനിർത്തുന്നതിനും കൂടുതൽ നർത്തകിമാരെ വാർത്തെടുക്കുവാനും ഈ കലാരൂപത്തെ വികസിപ്പിക്കുന്നതിനുമായി ട്രസ്റ്റ് രൂപീകരിക്കാൻ മക്കൾ മുൻകൈയെടുത്തു. തുടർ നടപടികളിലൂടെ 2023 മെയ് 23 ഹെറിഡിക്ടറി ട്രസ്റ്റായി കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റ് രൂപീകരിച്ചു. പ്രസ്തുത ട്രസ്റ്റിൽ മകൾ കൃഷ്ണപ്രിയ മാനേജിംഗ് ട്രസ്റ്റിയും മരുമകൾ രമ്യ സുധാകരൻ ട്രസ്റ്റിയുമാണ്. കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റ് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്ത രൂപം. ഏകദിന ശില്പശാല. കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യപടിയായി കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ ചെയ്തിട്ടുള്ള അടവുകളുടെ ഏകദിന ശില്പശാല കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ 2024 മാർച്ച് 28 സംഘടിപ്പിച്ചു. പ്രസ്തുത ശില്പശാലയിൽ കേരളത്തിൽ ഉടനീളം പ്രവർത്തിച്ചുവരുന്ന നൃത്ത അധ്യാപകരും ശിഷ്യഗണങ്ങളുമായി 200-ലധികം പേർ പങ്കെടുത്തു. ലീലാമ്മ ടീച്ചറുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന അധ്യാപകരും ശിഷ്യരുമായ വിദഗ്ധരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. ശില്പശാലയുടെ പങ്കാളിത്തം കൊണ്ടും ക്ലാസുകളുടെ വൈദഗ്ധ്യം കൊണ്ടും ശില്പശാല വളരെ പ്രയോജനകരമായി എന്ന അഭിപ്രായമാണ് ഉൾത്തിരിഞ്ഞു വന്നത്. ലാസ്യലീല പുരസ്കാരം. കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ പേരിൽ ഒരു ലാസ്യലീല പുരസ്കാരം ഏർപ്പെടുത്തി. പ്രശസ്തിപത്രവും ഫലകവും അടങ്ങിയതാണ് ലാസ്യലീല പുരസ്കാരം. 2024 വർഷമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പ്രഥമ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം കവിത കൃഷ്ണകുമാറാണ്. കോഴ്സുകൾ. കേരളീയ ലാസ്യ നൃത്തകലയായ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയുള്ള പഠനത്തിന് ലീലാമ്മ ടീച്ചറുടെ പ്രധാന സംഭാവനയായ മോഹിനിയാട്ടം അടവുകളുടെ വർഗീകരണം നൃത്തരംഗത്തുള്ളവർക്ക് മുതൽക്കൂട്ടാവും വിധം പകർന്നു നൽകുന്നതിനായി ടീച്ചർ ഗ്രൂപ്പാക്കി തിരിച്ച അടവുകളും കച്ചേരി ഇനങ്ങളും ഉൾപ്പെടുത്തി ഒരു കോഴ്സ് രൂപീകരിക്കാമെന്നും അതിലൂടെ ലീലാമ്മ ടീച്ചർ മോഹിനിയാട്ടത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ നിലനിർത്തുന്നതിന് സാധിക്കും. അതിനായി ട്രസ്റ്റിൻ്റെ കീഴിൽ മോഹിനിയാട്ടത്തിന് കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിലൂടെ മോഹിനിയാട്ടം എന്ന കലയെ സംരക്ഷിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ലീലാമ്മ ടീച്ചറെ അനുസ്മരിക്കുകയും ചെയ്യാം. ദേശീയ തലത്തിൽ വിവിധ കോഴ്സുകൾക്ക് അംഗീകാരം നൽകി വരുന്ന പ്രമുഖ സ്ഥാപനമാണ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ്. കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂഡൽഹിയിലുള്ള നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ അംഗീകൃത സ്വയംഭരണ സ്ഥാപനമാണ് സ്റ്റഡ് കൗൺസിൽ. ആയതുകൊണ്ട് തന്നെ കോഴ്സ് അംഗീകാരത്തിനായി സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് കൗൺസിലുമായി കൂടിയാലോചിച്ചു. തുടർന്ന് കോഴ്സിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ, ഡോക്ടർ ഗീത ശിവകുമാർ എന്നീ പ്രമുഖ അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോർ ഫാക്കൽറ്റി ടീം രൂപീകരിച്ചു. പ്രസ്തുത ടീം അംഗങ്ങളുമായി ചർച്ച ചെയ്ത് 4 കോഴ്സുകൾക്ക് ആവശ്യമായ സിലബസ് തയ്യാറാക്കി സ്റ്റഡ് കൗൺസിലിന് അയച്ചുകൊടുത്തു. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ കോഴ്സിൽ ചേരാവുന്നത്. തുടർ നടപടികളുടെ ഭാഗമായി കോഴ്സ് നടത്തുവാൻ ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിനും കോർ ഫാക്കൽറ്റി ടീമിനെ നേരിൽ കണ്ട് ചർച്ച ചെയ്യുന്നതിനുമായി സ്റ്റഡ് കൗൺസിൽ പ്രതിനിധികൾ എത്തുകയുണ്ടായി. ലീലാമ്മ ടീച്ചറുടെ മകളായ കൃഷ്ണപ്രിയയുടെ ചെറുതുരുത്തിയിലുള്ള വസതിയുടെ മുകൾ ഭാഗത്താണ് കോഴ്സിന് ആവശ്യമായ ഭൗതിക സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിന് ലാസ്യലീല കളരി എന്ന് നാമധേയവും നൽകിയിട്ടുണ്ട്. 4 കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം സ്റ്റഡ് കൗൺസിലിൽ നിന്നും ലഭിച്ചു. ഡിപ്ലോമ ഇൻ നട്ടുവാങ്ക നിപുണ, ഡിപ്ലോമ ഇൻ കർണാട്ടിക് മ്യൂസിക്, ഫണ്ടമെൻ്റൽസ് ഓഫ് മോഹിനിയാട്ടം, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മോഹിനിയാട്ടം. സ്റ്റഡ് കൗൺസിലിൻ്റെ മാർഗരേഖ പ്രകാരം കോഴ്സുകൾക്ക് ആവശ്യമായ അപേക്ഷാ ഫോം
പരീക്ഷ നടത്തിപ്പ്, മൂല്യനിർണ്ണയം, മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കൽ, സർട്ടിഫിക്കറ്റ് എന്നിവ തയ്യാറാക്കി നൽകുന്നത് സ്റ്റഡ് കൗൺസിൽ ആയിരിക്കും. അംഗീകൃത സിലബസ് പ്രകാരമുള്ള ക്ലാസുകൾ ലാസ്യലീല കളരിയിൽ നടത്തുവാനും അംഗീകാരം നൽകി. ഫണ്ടമെന്റൽസ് ഓഫ് മോഹിനിയാട്ടം കോഴ്സ്. ഫണ്ടമെന്റൽസ് ഓഫ് മോഹിനിയാട്ടം എന്ന കോഴ്സ് ആരംഭിക്കുവാൻ തീരുമാനിച്ചു. 2024 ഒക്ടോബർ 17 കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറാണ് കോഴ്സ് ഉദ്ഘാടനം ചെയ്തത്. ഈ കോഴ്സിന്റെ നടത്തിപ്പിന് ആവശ്യമായ സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകി വരുന്നതും കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ തന്നെയാണ്. ഒക്ടോബർ 26, 27 മുതൽ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു. ഫണ്ടമെന്റൽസ് ഓഫ് മോഹിനിയാട്ടം കോഴ്സിൽ മാസത്തിൽ 2 ദിവസങ്ങളിലാണ് ക്ലാസുകൾ നടത്തിവരുന്നത്. കോഴ്സിന്റെ 6ാം മാസത്തിൽ ഇന്റേണൽ പരീക്ഷയും സെമിനാറും വർഷാവസാനം ഫൈനൽ പരീക്ഷയും ഉണ്ടാകും. തിയറിക്കും പ്രാക്ടിക്കലിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഫണ്ടമെന്റൽസ് ഓഫ് മോഹിനിയാട്ടം കോഴ്സിന് കൂടുതൽ അപേക്ഷ ലഭിച്ചതിനെ തുടർന്ന് 2 ബാച്ചുകളിലായിട്ടാണ് ക്ലാസുകൾ നടത്തിവരുന്നത്. അതിൽ ആദ്യത്തെ ബാച്ചിന് മാസത്തിലെ ആദ്യത്തെ വ്യാഴവും വെള്ളിയും, രണ്ടാമത്തെ ബാച്ചിന് 2ാം ശനിയും ഞായറും നടത്തിവരുന്നു. ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും കണക്കിലെടുത്താണ് 2ാം ശനിയും 2ാം ഞായറും ക്ലാസുകൾ ആരംഭിച്ചത്. കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറും ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയയും ചേർന്നാണ് പ്രാക്ടിക്കൽ ക്ലാസുകൾ നയിക്കുന്നത്. സിദ്ധാന്തം ക്ലാസുകൾ കൈകാര്യം ചെയ്തു വരുന്നത് ഡോക്ടർ ഗീതാ ശിവകുമാറും കലാമണ്ഡലം അക്ഷര എം ദാസ്, ഡോക്ടർ കലാമണ്ഡലം ശ്രീവിദ്യ എന്നിവരുമാണ്. സാധകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ മായ രാജേഷും നൃത്ത സംഗീത ക്ലാസുകൾ തൃശൂർ രാജീവ് കുമാറും കൈകാര്യം ചെയ്തു വരുന്നു. താളത്തിന്റെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് കലാമണ്ഡലം അമ്പിളി ബാലചന്ദ്രനാണ്. ഫണ്ടമെന്റൽസ് ഓഫ് മോഹിനിയാട്ടം കോഴ്സിൽ 2 ബാച്ചിലുമായി 53 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അംഗീകൃത കലണ്ടർ പ്രകാരം ഈ ബാച്ചുകാരുടെ ഫൈനൽ പരീക്ഷ 2025 സെപ്റ്റംബർ മാസത്തിൽ നടത്തി ഒക്ടോബർ മാസത്തിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. ക്ലാസുകളെക്കുറിച്ച് കേട്ടറിഞ്ഞ ധാരാളം കുട്ടികൾ ക്ലാസ്സിനു ചേരാനായി താൽപ്പര്യം പ്രകടിപ്പിച്ചു. തുടർന്ന് പുതിയ ബാച്ചിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുകയും 2025 ജനുവരി 27 തീയതി 3ാം ബാച്ച് ആരംഭിക്കുകയും അതിൽ 35 കുട്ടികൾ പ്രവേശിക്കുകയും ചെയ്തു. എല്ലാ മാസവും 3ാമത്തെ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് ക്ലാസുകൾ നടന്നുവരുന്നത്. അംഗീകൃത കലണ്ടർ പ്രകാരം ഈ ബാച്ചുകാരുടെ ഫൈനൽ പരീക്ഷ 2025 നവംബർ മാസത്തിൽ നടത്തി ഡിസംബർ മാസത്തിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. 3 ബാച്ചുകളിലായി 88 കുട്ടികളാണ് ഫണ്ടമെന്റൽസ് ഓഫ് മോഹിനിയാട്ടം കോഴ്സിന് പരിശീലിക്കുന്നത്. ഗുരുസമാദരണം. ഡിസംബർ 7 കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ സഹപാഠികളെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി ഗുരുസമാദരണം എന്ന പരിപാടി ലാസ്യലീല കളരിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുകയും കലാകാരന്മാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത് മോഹിനിയാട്ടം ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ആ വേദി ഏറെ ഹൃദ്യമനോഹരമായിരുന്നു.
പഠനയാത്ര. ഫെബ്രുവരി 7 പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാന്റെ വസതിയിലേക്ക് മോഹിനിയാട്ടം ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ഒരു പഠനയാത്ര നടത്തി. കഥകളി മുദ്രകളെക്കുറിച്ചും അവതരണത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും കഥകളി രംഗത്തെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ആശാൻ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. മോഹിനിയാട്ടം ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സംവാദം വേറിട്ട അനുഭവം തന്നെയായിരുന്നു. വിനോദയാത്ര. കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ കീഴിൽ മോഹിനിയാട്ടം ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസത്തെ വിനോദയാത്ര സംഘടിപ്പിച്ചു. 2025 മെയ് 14 വിദ്യാർത്ഥികളും ടീച്ചർമാരും ഉൾപ്പെടെ 50 പേരടങ്ങുന്ന സംഘം പാലക്കാട് ജില്ലയിലെ തനിമ ഫാം ഹൗസിലേക്ക് യാത്ര പോയി. വളരെ സന്തോഷകരവും ആസ്വാദകരവുമായ യാത്രാനുഭവമായിരുന്നു. ഓൺലൈൻ നാട്യശാസ്ത്ര കോഴ്സ്. കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ കീഴിൽ 3 മാസത്തെ ഓൺലൈൻ നാട്യശാസ്ത്ര കോഴ്സ് ആരംഭിച്ചു. പ്രശസ്ത നാട്യശാസ്ത്ര പണ്ഡിതനും കഥകളി കലാകാരനും ഫിസിയോളജിസ്റ്റുമായ ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ സാറാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഭാരതീയ നൃത്തകലയുടെ അടിസ്ഥാന ഗ്രന്ഥമായ ഭരതന്റെ നാട്യശാസ്ത്രത്തിലെ 36 അധ്യായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 8 മണി വരെയാണ് ക്ലാസുകൾ ഉണ്ടായിരുന്നത്. നർത്തകർക്ക് പുറമെ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും ഈ കോഴ്സിൽ വിദ്യാർത്ഥികളായിരുന്നു. കൃത്യമായ വിവരണവും വ്യക്തമായ പ്രസന്റേഷനിലൂടെയുമായിരുന്നു ക്ലാസുകൾ എടുത്തിരുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ പ്രായോഗിക ജീവിതത്തിലും വളരെ പ്രയോജനപ്രദമായിരുന്നു. 22 പേരാണ് ഈ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ളത്. 3 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് 2025 മാർച്ച് 3 ആരംഭിച്ച് മെയ് മാസം 23 അവസാനിച്ചു. ഫീ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ നാട്യശാസ്ത്ര കോഴ്സ് സംഘടിപ്പിച്ചത്. ഓൺലൈൻ മോഹിനിയാട്ടം ഡിപ്ലോമ കോഴ്സ്. സ്റ്റേറ്റ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഫണ്ടമെന്റൽസ് ഓഫ് മോഹിനിയാട്ടം കോഴ്സ് ആരംഭിച്ചതിനു ശേഷം ഓൺലൈൻ കോഴ്സ് തുടങ്ങുന്നതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ ലഭിച്ചു. തുടർന്ന് കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ കീഴിൽ മോഹിനിയാട്ടം ഓൺലൈൻ കോഴ്സ് ആരംഭിക്കുവാനും ട്രസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് നൽകുവാനും തീരുമാനിച്ചു. മോഹിനിയാട്ടം ഓൺലൈൻ കോഴ്സിനുള്ള അപേക്ഷ ക്ഷണിക്കുകയും 10 അപേക്ഷകൾ ലഭിക്കുകയുമുണ്ടായി. അപേക്ഷകരെ ഉൾപ്പെടുത്തി ഓൺലൈൻ ഡെമോ ക്ലാസ് നടത്തുകയും ആഴ്ചയിൽ 2 മണിക്കൂർ എന്ന ക്രമത്തിൽ 1.5 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് 2025 മാർച്ച് 7 ആരംഭിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലും 2 മണിക്കൂർ വീതമുള്ള ക്ലാസ് രാത്രി 7 മുതൽ 9 വരെ നടന്നുവരുന്നു. അംഗീകൃത കലണ്ടർ പ്രകാരം ഈ ബാച്ചുകാരുടെ ഫൈനൽ പരീക്ഷ 2026 മെയ് മാസത്തിൽ നടത്തി ജൂൺ മാസത്തിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. കോഴ്സ് ഫീ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ മോഹിനിയാട്ടം ഡിപ്ലോമ കോഴ്സ് സംഘടിപ്പിച്ചത്. സെമിനാറുകളും വർക്ക്ഷോപ്പുകളും. നൃത്യകൗശലം ദ്വിദിന ശില്പശാല. കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെയും കേരള കലാമണ്ഡലത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നൃത്യകൗശലം എന്ന വിഷയം സംബന്ധിച്ച ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. 2024 ഡിസംബർ 17-18 കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വച്ചായിരുന്നു പരിപാടി. നവരസാനുഭവങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്ത കഥകളി കൂടിയാട്ടം കലാകാരനായ ആചാര്യൻ വേണുജിയും കരണങ്ങളും അംഗഹാരങ്ങളും മോഹിനിയാട്ടത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് നർത്തകിയും ഗവേഷകയും അധ്യാപികയുമായ ഡോക്ടർ ഗീത ശിവകുമാറും അലങ്കാര സൗന്ദര്യം എന്ന വിഷയത്തെക്കുറിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡോക്ടർ രാധാകൃഷ്ണനും അംഗവിഭാവനയും കലാസമന്വയ വിദ്യാഭ്യാസവും ശാസ്ത്രീയ നൃത്തങ്ങളിൽ എന്ന വിഷയം പ്രശസ്ത നാട്യശാസ്ത്ര പണ്ഡിതനും കഥകളി കലാകാരനും ഫിസിയോളജിസ്റ്റുമായ ഡോക്ടർ CP ഉണ്ണികൃഷ്ണനും സംഗീതാഭിനയ യോഗം എന്ന വിഷയം പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ അറക്കൽ നന്ദകുമാറുമാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. കോഴ്സ് ഫീ അടിസ്ഥാനത്തിലാണ് നൃത്യകൗശലം ദ്വിദിന ശില്പശാല നടത്തിയത്.
ആയുർബോധനം ശില്പശാല. കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ കീഴിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ അവസരം നൽകിക്കൊണ്ടുള്ള ആയുർബോധനം എന്ന വിഷയം ആസ്പദമാക്കി ഏകദിന ശില്പശാല ലാസ്യലീല കളരിയിൽ 2025 ഫെബ്രുവരി 21 സംഘടിപ്പിക്കുകയുണ്ടായി. പ്രസ്തുത ശില്പശാലയിൽ 2 വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പരരക്ഷ. പൊതുജനങ്ങൾക്കിടയിൽ അത്യാഹിത ഘട്ടത്തിലെ പ്രാഥമിക പരിചരണം, കുഴഞ്ഞു വീഴുക, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുക, തലകറക്കം, ഇലക്ട്രിക് ഷോക്ക്, പാമ്പുകടി, പട്ടികടി തുടങ്ങി 15ഓളം വിഷയങ്ങളെ ആസ്പദമാക്കി ലളിതമായ ഭാഷയിൽ ഡെമോൺസ്ട്രേഷനോട് കൂടിയുള്ള പരിശീലന ക്ലാസുകളാണ് നടത്തിയത്. മാനുക്കിൻ ഉപയോഗിച്ചുള്ള CPR പരിശീലനവും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു. ക്ലാസുകൾ കൈകാര്യം ചെയ്തത് ഡോക്ടർ ഗായത്രി ശ്രീകുമാർ, പരരക്ഷ വിഭാഗം, തൃശൂർ ദയ ആശുപത്രി. ആർട്ട് ഇഞ്ചുറി. ആയുർവേദ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗം അവസാനമല്ല എന്ന ആപ്തവാക്യത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് മർമ്മ ചികിത്സയിലൂടെ വേദനകൾ പരിഹരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് മർമ്മ ചികിത്സാ വിദഗ്ധനായ ശ്രീ കീർത്തികുമാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ നർത്തകർക്ക് വളരെ പ്രയോജനകരമായിരുന്നു. ഈ ശില്പശാലയിൽ 30 പേർ പങ്കെടുത്തു. നട്ടുവാങ്കം ഏകദിന ശില്പശാല. കലാമണ്ഡലം ഹരികൃഷ്ണന്റെയും കലാമണ്ഡലം കാർത്തിക ഹരികൃഷ്ണന്റെയും നേതൃത്വത്തിൽ നട്ടുവാങ്കം ശില്പശാല 2025 ഫെബ്രുവരി 21 ലാസ്യലീല കളരിയിൽ വെച്ച് നടത്തുകയുണ്ടായി. ഈ ശില്പശാലയിൽ എല്ലാവർക്കും പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. ഫീസ് അടിസ്ഥാനത്തിലാണ് നട്ടുവാങ്കം ശില്പശാല നടത്തിയത്. ശില്പശാലയിൽ ആകെ 40 പേർ പങ്കെടുക്കുകയുണ്ടായി. മോഹിനിയാട്ടം ഏകദിന ശില്പശാല. കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെയും കേരള കലാമണ്ഡലത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മോഹിനിയാട്ടം ഏകദിന ശില്പശാല 2025 മെയ് 1 കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സംഘടിപ്പിച്ചു. 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് ശില്പശാല നടത്തിയത്. കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നായി 75 കുട്ടികൾ ഈ ശില്പശാലയിൽ പങ്കെടുത്തു. മോഹിനിയാട്ടം എന്ന കലാരൂപത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചത്. കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ, ഡോക്ടർ ഗീതാ ശിവകുമാർ, ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ശില്പശാല വളരെ ഹൃദ്യമായിരുന്നു.